മുംതാസ് ജഹാൻ ബീഗം ഡെഹ്ലാവി, ഇന്ത്യൻ സിനിമയുടെ സ്വന്തം മധുബാല. സൗന്ദര്യമായാലും അഭിനയമായാലും മനം കവരുന്ന ഭ്രമാത്മകതയോടെ കാഴ്ചക്കാരുടെ കണ്ണിലെത്തിച്ച ദ റിയൽ ഐക്കൺ ഓഫ് ബോളിവുഡ്. ബോളിവുഡ് കണ്ട ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ സ്റ്റാർ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മധുബാലയോളം ആഘോഷിക്കപ്പെട്ട ഒരു നടി വേറെ ഉണ്ടാകില്ല. അവരോളം സുന്ദരിയായൊരു നായികയെ ബോളിവുഡിന് ഇന്നോളം ലഭിച്ചിട്ടുണ്ടോ എന്നും സംശയമാണ്. കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത്ര ഭയാനകമായ ഒരു ആകർഷകതയുണ്ടായിരുന്നു മധുബാലയ്ക്ക്. മധുബാലയെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ച് ബോളിവുഡ് ഇതിഹാസം ഷമ്മി കപൂർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. റാലിക ദിബ്ബ എന്ന സിനിമയിലാണ് മധുബാലയെ ഞാൻ ആദ്യമായി കാണുന്നത്. അവരുടെ മുഖത്ത് നിന്ന് എനിക്ക് കണ്ണെടുക്കാനായില്ല. മിന്നലേറ്റതുപോലെ ഒരു അനുഭവം. വല്ലാത്ത പരിഭ്രമമായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിലെ വരികളൊക്കെ ഞാൻ തെറ്റിച്ചുകൊണ്ടേയിരുന്നു. മധുബാലയ്ക്കോ അവൾക്കത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവരത് ആസ്വദിക്കുകയും ചെയ്തു. ആ നിമിഷം എനിക്ക് മറക്കാനാവില്ല. ഇന്ത്യൻ മെർലിൻ മൺറോ എന്നാണ് മധുബാല വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ മൺറോയുടേതിന് സമാനം തന്നെയായിരുന്നു മധുബാലയുടെ ജീവിതം. ബോളിവുഡിലെ ഒട്ടുമിക്ക എല്ലാ നായകന്മാർക്കുമൊപ്പം മധുബാലയുടെ പേര് ചേർത്ത് പ്രണയകഥകൾ ഇറങ്ങിയിട്ടുണ്ട്. റൊമാൻസും ട്രാജഡിയും നിരാശയും ഒക്കെ നിറഞ്ഞ പ്രണയ ജീവിതത്തെക്കുറിച്ച് മധുബാലയുടെ ഓട്ടോബയോഗ്രഫിയിൽ വളരെ വിശദമായി തന്നെ കുറിച്ചിട്ടുമുണ്ട്. ദ മിസ്റ്ററി ആൻഡ് മിസ്റ്റിക് ഓഫ് മധുബാല എന്ന ആ ബുക്കിലൂടെ എഴുത്തുകാരൻ മോഹൻദീപ് ഇങ്ങനെ പറയുന്നു: പരിചയപ്പെടുന്ന എല്ലാവരെയും അധീനതയിലാക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു മധുബാല. പക്ഷെ അവസാനം വരെയും അരക്ഷിതാവസ്ഥ അവരെ ഭീകരമായി വേട്ടയാടി. ഒരുപാട് പുരുഷന്മാരെ അവർ പ്രണയിച്ചു. അവരെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ലത്തീഫ്, മോഹൻ സിൻഹ, കമൽ അമ്രോഹി, പ്രേംനാഥ്, ദിലീപ് കുമാർ, കിഷോർ കുമാർ, അങ്ങനെ നീളുന്നു ആ പേരുകൾ. ബോളിവുഡിലെ എപ്പിക് പ്രേമകഥയായാണ് ഇന്നും ദിലീപ് കുമാറിന്റെയും മധുബാലയുടെയും പ്രണയം വിശേഷിപ്പിക്കപ്പെടുന്നത്. 9 വർഷം നീണ്ട ആ പ്രണയകഥ വിവാഹം വരെ എത്തിയ ശേഷം മുടങ്ങി. ഈ ബന്ധം അവസാനിച്ചത് മധുബാല കിഷോർ കുമാർ വിവാഹത്തിലും. ആ കഥ ഇങ്ങനെയാണ്. തരാന എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ദിലീപ് കുമാറും മധുബാലയും സുഹൃത്തുക്കളാവുന്നത്. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ എന്ന വണ്ണം ഒരു കേസ് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു. നയാദോർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. സിനിമയുടെ ഷൂട്ട് മുംബൈക്ക് പുറത്തേക്ക് പ്ലാൻ ചെയ്തിരുന്നു സംവിധായകൻ BR ചോപ്ര. എന്നാൽ മധുബാലയുടെ പിതാവ് അതാഉള്ള ഖാൻ ഇതിന് സമ്മതിച്ചില്ല. തുടർന്ന് നടി മൂലമുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ചോപ്ര 30,000 രൂപ ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിന് ദിലീപ് കുമാർ സാക്ഷി പറഞ്ഞതാണ് അതാഉള്ള ഖാനെ ചൊടിപ്പിച്ചത്. തനിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞ ഒരാൾക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു തരില്ലെന്ന് അദ്ദേഹം ദിലീപിനോട് ഉറപ്പിച്ചു പറഞ്ഞു. അതാഉള്ള ഖാനേക്കാൾ വാശിയായിരുന്നു ദിലീപ് കുമാറിന്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹവും തയ്യാറായില്ല. പിതാവിനും ഭാവി വരനുമിടയിൽ നിസ്സഹായായിരുന്നു മധുബാല. പിതാവിനോട് ക്ഷമ പറയാനും തന്നെ വിവാഹം ചെയ്യാനും മധുബാല ദിലീപ് കുമാറിനോട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ ദിലീപ് തയ്യാറായിരുന്നില്ല. തന്നെ നിർബന്ധിക്കേണ്ട എന്നും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അദ്ദേഹം മധുബാലയോട് പറഞ്ഞു. അങ്ങനെ ആ ബന്ധത്തിന് അവിടെ പര്യവസാനമായി. ഈ പ്രണയ നൈരാശ്യത്തിലും ദിലീപിനോടുള്ള വൈരാഗ്യത്തിലുമാണ് മധുബാല കിഷോർ കുമാറുമായുള്ള വിവാഹത്തിന് തയ്യാറാകുന്നത്. 1960-ലായിരുന്നു ഇത്. ചൽത്തി കാ നാം ഗാഡി, ഹാഫ് ടിക്കറ്റ് എന്നീ ചിത്രങ്ങളിലെ ഹിറ്റ് ജോഡികളായിരുന്നു മധുബാലയും കിഷോർ കുമാറും. ഈ ചിത്രങ്ങളുടെ സെറ്റിലാണ് ഇരുവരും പരിചയത്തിലാകുന്നതും പിന്നീട് ഇത് പ്രണയമാകുന്നതും. രുമാ ഗുഹയുമായുള്ള വിവാഹബന്ധം കിഷോർ കുമാർ വേർപെടുത്തിയ സമയമായിരുന്നു ഇത്. പിതാവിന്റെ എതിർപ്പ് വകവെക്കാതെ കിഷോർ കുമാറിനെ പ്രണയാഭ്യർത്ഥന മധുബാല സ്വീകരിച്ചു. ഹൃദയത്തിന്റെ വാൽവിൽ തുളയുണ്ടാകുന്ന വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന ഗുരുതര രോഗമുണ്ടായിരുന്നു മധുബാലയ്ക്ക്. ശരീരത്തിന് ആവശ്യമുള്ളതിലും അധികം രക്തം ഈ രോഗമുള്ളവരിൽ ഉണ്ടാക്കും. തൽഫലമായി വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ നിർത്താതെ രക്തം വരും. 1954 തന്നെ മധുബാലയ്ക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ നിർത്താതെയുള്ള ഷൂട്ടിങ്ങിലും മറ്റും താരം ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ രോഗം മൂർച്ഛിച്ചപ്പോഴാണ് ചികിത്സയ്ക്ക് തയ്യാറായത്. രോഗം ചികിത്സിക്കാനായി ലണ്ടനിലേക്ക് പോകാനിരുന്ന സമയത്തായിരുന്നു കിഷോർ കുമാറിന്റെ വിവാഹാഭ്യർത്ഥന. രോഗം ഭേദമായിട്ട് മതി വിവാഹം എന്ന പിതാവിന്റെ നിർദ്ദേശത്തിന് മധുബാല വില കൽപ്പിച്ചില്ല. ദിലീപ് കുമാറിനോടുള്ള ദേഷ്യവും ദൃഢമായൊരു പ്രേമബന്ധത്തോടുള്ള അതിയായ ആഗ്രഹവും അവരെ ആ വിവാഹത്തിലേക്ക് നയിച്ചു. അങ്ങനെ തന്റെ 27-ാം വയസ്സിൽ മധുബാല കിഷോർ കുമാറിനെ ഭാര്യയായി. ചികിത്സയ്ക്കായി മധുബാലയ്ക്കൊപ്പം കിഷോറും ലണ്ടനിലേക്ക് പറന്നു. ഇരുവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ ലണ്ടൻ യാത്ര. അവിടുത്തെ സ്കാനിങ്ങിൽ മധുബാലയ്ക്ക് ഇനി അധിക നാളുകളില്ല എന്ന് ഇടുത്തി പോലെ ഡോക്ടർമാരുടെ വാക്കുകൾ. 2 വർഷമായിരുന്നു മധുബാലയ്ക്ക് ഡോക്ടർമാർ വിധി എഴുതിയ ആയുസ്. ഇതറിഞ്ഞ കിഷോർ കുമാർ ആളാകെ മാറി. മധുബാല ഒരു ബാധ്യതയായി അദ്ദേഹത്തിന് തോന്നി. മുൻപുണ്ടായിരുന്ന പോലെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യം അവരിൽ അയാൾ പിന്നെ കണ്ടില്ല. തിരിച്ച് മുംബൈയിലെത്തിയ കിഷോർ കുമാർ മധുബാലയെ പിതാവിന്റെ വീട്ടിൽ വിട്ടിട്ട് ആ പടിയിറങ്ങി. അവിടെ കാർട്ടർ റോഡിൽ മധുബാലയ്ക്കായി ഒരു ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി അയാൾ ഭാര്യയെ പരിചരിക്കാൻ ഒരു നഴ്സിനെയും ഒരു ഡ്രൈവറെയും നിയമിച്ചു. 2 മാസത്തിനിടെ വല്ലപ്പോഴുമൊക്കെ മാത്രമായിരുന്നു കാർട്ടർ റോഡിലെ ബംഗ്ലാവിൽ അയാൾ എത്തിയിരുന്നത്. തനിക്ക് അവളെ പരിചരിക്കാനാവില്ലെന്നും സിനിമ ചെയ്യാതിരിക്കാൻ തനിക്ക് പറ്റില്ലെന്നും കിഷോർ കുമാർ കുടുംബത്തെ അറിയിച്ചു. കിഷോർ കുമാറിന്റെ അവഗണന മധുബാലയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അയാളുടെ സാമീപ്യം അവസാന കാലത്ത് അവർ ഏറെ ആഗ്രഹിച്ചു.
പക്ഷേ അവരുടെ ഫോൺ കോളുകൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയതേയില്ല. രോഗം മൂർച്ഛിച്ച സമയത്ത് പോലും കിഷോർ കുമാർ തൻ്റെ ഭാര്യയെ കാണാൻ വന്നില്ല. ആ ഒറ്റപ്പെടൽ അവരെ മാനസികമായും തളർത്തിയിരുന്നു. വിഷാദ രോഗം മൂർച്ഛിച്ചു. ഒരു കാലത്ത് ഒരു നോക്ക് കാണാൻ ലക്ഷങ്ങൾ കൊതിച്ച മധുബാലയെ സിനിമയും ആരാധകരും കൈവിട്ടു. നൈറ്റ് ഗൗണുകളാണ് അവസാന നാളുകളിൽ അവർ മിക്ക സമയവും ധരിച്ചിരുന്നത്. കാരണം അവരെ കാണാൻ ആ ബംഗ്ലാവിന്റെ പടി കടന്ന് ആരും എത്തിയിരുന്നില്ല. അങ്ങനെ നീണ്ട കാലത്തെ ഒറ്റപ്പെടലിനും അവഗണനയ്ക്കും ഒടുവിൽ ബോളിവുഡിന്റെ ഇതിഹാസ നായിക തന്റെ 36-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്ന ദിവസം 1969 ഫെബ്രുവരി 23-ന് മധുബാലയുടെ ആരോഗ്യാവസ്ഥ വളരെ മോശം നിലയിലെത്തിയ സമയത്ത് കിഷോർ കുമാറിനെ അതാഉല്ല ഖാൻ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ വന്ന് കണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും അവളെ ജീവനോടെ കാണാനാകില്ലെന്ന് ആ പിതാവ് അറിയിച്ചെങ്കിലും കിഷോർ കുമാർ വഴങ്ങിയില്ല. കൊൽക്കത്തയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കിഷോർ കുമാർ അന്ന്. അതിന്റെ ചെലവുകൾ ഭീമമാണെന്നായിരുന്നു അയാൾ പറഞ്ഞ ഒഴിവ് കഴിവ്. മധുബാലയുടെ മരണവിവരം അറിഞ്ഞെത്തിയവരിൽ എല്ലാവരെയും അമ്പരപ്പിച്ചത് ദിലീപ് കുമാർ ആയിരുന്നു. മദ്രാസിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് അദ്ദേഹം മുംബൈയിലേക്ക് പറന്നെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായില്ല. ഒരു കാലത്ത് തന്റെ എല്ലാമായിരുന്ന സ്ത്രീയോടുള്ള പ്രണയമോ അവളെ ഒറ്റയ്ക്കാക്കിയതിന്റെ പശ്ചാത്താപമോ എന്തോ അയാളെ അത്രയും അലട്ടിയിട്ടുണ്ടാകണം. സംസ്കാരം കഴിഞ്ഞുള്ള 3 ദിവസവും മധുബാലയുടെ ബന്ധുക്കൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എത്തി. തനിക്ക് ആയുസ് അധികമില്ല എന്ന് മധുബാലയ്ക്ക് ബോധ്യമുണ്ടായിരുന്നതായി കുടുംബം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ചികിത്സയ്ക്കായി അനാവശ്യമായി പണം ചിലവാക്കരുതെന്നും പൈസ സമ്പാദിക്കാൻ വേറെ ആരുമില്ല എന്നുമൊക്കെ സഹോദരിയെയും പിതാവിനെയും സദാ ഓർമ്മിപ്പിച്ചിരുന്നു അവർ. കിഷോർ കുമാറിന്റെ സാന്നിധ്യം മാത്രമാണ് അവസാന നിമിഷം മധുബാല ഏറെ ആഗ്രഹിച്ചിരുന്നതെന്ന് സഹോദരി മദർ ഭൂഷൺ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിഷാദമുഖിയായി അദ്ദേഹത്തെ ഓർത്ത് അവർ ആ വലിയ ബംഗ്ലാവിലെ മരുന്ന് മണക്കുന്ന തന്റെ മുറിയിലിരിക്കും. അദ്ദേഹത്തെ ഓർത്ത് കരയും. വിവാഹത്തിന് ശേഷം 9 വർഷം മരിക്കും വരെ അവർ ആ ദാമ്പത്യ ബന്ധത്തിൽ തുടർന്നു. മരിക്കും വരെ കിഷോർ കുമാറിന്റെ ഭാര്യയായിരിക്കാനായിരുന്നു മധുബാലയ്ക്ക് ഇഷ്ടം. ഭർത്താവിന്റെ സാമീപ്യമില്ലാത്ത ആ ദാമ്പത്യ ബന്ധം ഒരിക്കൽ പോലും അവർ വേർപെടുത്താൻ ആഗ്രഹിച്ചില്ല. ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് മോശം പറഞ്ഞില്ല. പരാതിയും പരിഭവവും ഒക്കെ ആ ഇരുട്ടുമുറിയിൽ കണ്ണുനീരായി വീഴും. വിവാഹമോചനത്തിന് ഒരിക്കൽ പോലും അവർ തുനിഞ്ഞിട്ടില്ല എന്നതും കാലയവനികയ്ക്കുള്ളിലെ ഒരു നിഴലാട്ടം. ദിലീപ് കുമാറിനോടുള്ള തീവ്ര വൈരാഗ്യമോ കിഷോർ കുമാറിനോടുള്ള അതിയായ പ്രണയമോ? ആ ദൃഢനിശ്ചയത്തിന് പിന്നിലെ രഹസ്യം മധുബാലയ്ക്കൊപ്പം മണ്ണിലലിഞ്ഞു.